അല്ല അപ്പൊ ഒന്ന് പോയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതെ അതെ ഒന്നുമില്ല, മുതലാളിനെ മൂപ്പർക്ക് എന്തോ ഒരു ചെറിയൊരു വിശ്വാസം കുറവ് തന്നെ. ഇനിയിപ്പോ എന്താ ചെയ്യാപ്പോ? കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പരിപാടി തുടങ്ങാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. ആണോ? ഇതേ പരിപാടി ഞാൻ പഠിച്ച പണിയാണല്ലോ, മച്ചന്റെ കേസാണ്. അപ്പൊ കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പെണ്ണുങ്ങളെ പണ്ടമാക്കെ പണയം വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി കുറവുണ്ട്. ഈ ഒരു ഹെൽപ്പ് ചെയ്യും. എന്താ? എനിക്ക് വലിയ വലിയ കമ്പനികളുണ്ടല്ലോ, അപ്പൊ എനിക്ക് കുറച്ച് പൈസ തിരുമറി തരും. എത്രയാടാ ഉദ്ദേശിക്കുന്നത്? ഒരു 5 ലക്ഷം റുപ്യ. 5 ലക്ഷം റുപ്യ? എടാ അതൊക്കെ വലിയൊരു എമൗണ്ട് അല്ലേ? അറിയാലോ, ഇത് കുറച്ച് മെച്ചമുള്ള പരിപാടിയാണ്. ഞാൻ 2-3 പ്രാവശ്യം എത്രയും പെട്ടെന്ന് കൊടുത്തോളാം. അതൊക്കെ ഓക്കെയാണ്, പക്ഷെ 5 എന്നൊക്കെ പറയുമ്പോ വലിയ എമൗണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കൊടുത്തോളാം. ഞങ്ങൾ ആരോടാ ചോദിക്കാം? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രദീപേട്ടനെ ഒന്ന് പോയി കണ്ടോക്കാം. വല്ലാതെ വൈകാതെ കൊടുക്കേണ്ടി വരും. ഇല്ല, 2-3 വട്ടം കൊടുത്തോ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ 2-3 വട്ടം കൊടുക്കും, എന്തായാലും കൊടുക്കും, പ്രശ്നമേ അല്ല. എനിക്ക് ബുദ്ധിമുട്ടല്ല പോരെ. എന്നാ പിന്നെ നമുക്ക് നോക്കാം. ശരി പ്രദീപേട്ടാ. ഇരിക്കടാ. എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖമായി പോണടാ. അതിന്റെ പരിപാടിയൊക്കെ എങ്ങനെ? അങ്ങനെ പോണ്, കുഴപ്പമൊന്നുമില്ല. ആണല്ലേ? എന്തേ പോണേ? പിന്നെ എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം. എന്ത്? അതെ, എന്റെ ഒരു കൂട്ടുകാരുണ്ട്, ഷബീർ എന്നാ പേര്. അപ്പൊ ഓനൊരു കമ്പനിയിൽ വർക്ക് ചെയ്താ. അപ്പൊ ആ കമ്പനി എന്തൊക്കെയോ ഒരു ഇതായിട്ട് ഇപ്പൊ എന്തായാലും വർക്കിന് പോണില്ല ആള്. അപ്പൊ ഓനൊരു സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നു. കുറച്ച് പൈസയൊക്കെ ആവശ്യപ്പെട്ട് എന്റെ അടുത്ത് ഒന്ന് കൊടുക്കാനാ. ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ നിങ്ങളങ്ങനെ മനസ്സിൽ തോന്നി, ഓൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താല് നല്ലതിന്. ഫാമിലി ഒക്കെ ഉള്ള ആളാണ്, ആള് കുഴപ്പക്കാരനൊന്നല്ല, അടിപൊളി ആളാണ്. മാനോ, ആനക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പൈസ വെക്കാച്ചാല് എന്താ ചെയ്യാ? പ്രതിവേട്ടാ, ഇതിപ്പോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റിയ ആളാണ്. അത്രയും വേണ്ടപ്പെട്ട ആളാണ്. നിങ്ങൾ കൊടുക്കണ എമൗണ്ട് എന്തായാലും ഒരു 2-3 പേരേക്ക് തിരിച്ചു തന്നോളൂ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഓനോടെ? ഓനവിടെ ഉണ്ട്. എന്നാ ഓനെ വിളിക്ക്. ആള് നമസ്കാരം. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ മറ്റേ പിലാക്കല്ലേ ഹംസാക്കല്ലേ? നാസറിന്റെ തന്നെയാണല്ലേ? ശരി, അറിയാം. പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്യാം? എത്ര ചോദിക്കും? എത്ര? എനിക്കൊരു 5 ലക്ഷം റുപ്യ കിട്ടിയപ്പോ. 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ വലിയ എമൗണ്ട് അല്ലേ? ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. മാനുവിനെ അറിയാം, ഞാനും ചെറുപ്പം മുതലേ പരിചയമുള്ള. മാനു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 5 ലക്ഷം ഇല്ല, ഞാനത് 2-3-4 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നത്. എനിക്ക് ആ പരിപാടിനെ കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ട്. അപ്പൊ എനിക്ക് നല്ല ഒരു ഐഡിയാസ് തന്നെ പരിപാടി തുടങ്ങാൻ വിചാരിച്ചു. മാക്സിമം കൊടുക്കും. ഞാൻ ചെക്ക് ചെയ്യാം. ശരി, ചെക്ക് ചെയ്തിട്ട് ഏതായാലും കൃത്യമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാനൊക്കെ നമ്മള് അറിയാലോ, ഇത് പലിശക്കൊന്നുമല്ല, കടായിട്ടാണ്. അപ്പൊ കാര്യങ്ങള് പെട്ടെന്ന് ശരിയാക്കി തരണേ. ഒരു ഹെൽപ്പ് ചെയ്യുന്ന എനിക്കറിയാം. എന്താ പേര് എഴുതണ്ടപ്പോ? ഷബീർ. കേട്ടോ. 5 ലക്ഷം തന്നെ ഇതുണ്ട്. അത് പ്രശ്നമില്ല, ഞാൻ കറക്റ്റ് ചെയ്തോളാം. ഓക്കെ ആക്കണേ. മുറിക്കാലോ അല്ലേ? ശരി, ഉപകാരം ഒരിക്കലും മറക്കൂല. ആയിക്കോട്ടെ. ശരി. പ്രതിവേട്ടാ. എന്താ മാനു, ആ പൈസ ഇതുവരെ കിട്ടിയില്ലല്ലോ? പ്രതിവേട്ടാ, ഞാൻ അവനെ വിളിക്കണ്ട്, എന്താണ് ചെയ്യാ? നീ പറഞ്ഞിട്ടല്ലേ കൊടുത്തത്? സംഗതിയൊക്കെ ഓക്കെയാണ്. ഞാനിപ്പോ അങ്ങനെ വിശ്വസിച്ച് ചെയ്തതല്ലേ. നീ തന്ന നമ്പറിൽ ഞാൻ കുറെ വിളിച്ചു നോക്കി, അവൻ ഫോൺ എടുക്കണ്ടേ? ശരിയാണ് പ്രതിവേട്ടാ, ഞാനും വിളിക്കണ്ട്, എന്റെ ഫോൺ എടുക്കണില്ല. അവൻ നമ്മളെ പൈസ കൊണ്ടിട്ട് കാറായി, ബംഗ്ലാവായി, വീടായി, എല്ലായി. അവനെ അടിച്ചു വിളിച്ച് നടക്കണ്ടല്ലോ, എന്റെ പൈസ തരുന്നില്ലല്ലോ. എന്താ ചെയ്യാ? ഈ ആ പൈസ ഞാൻ വാങ്ങിയെടുക്കാൻ നോക്ക്. ഞാൻ തെരഞ്ഞു പോകുന്നുണ്ട്, കിട്ടണോടത്ത് വെച്ച് പിടിക്കാം. എന്റെ പൈസ എനിക്ക് കിട്ടണം. ആയിക്കോട്ടെ, എന്തായാലും നോക്കാം. എന്താ അവിടെ ഒരു ഇരുത്തം? ഞാനേ ഷാപ്പില്ലേ ഓന്റെ വണ്ടി കൊണ്ടിരിക്കണം, അവന്റെ പെങ്ങളോട്ടിന് എന്താ പേര് നോക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ഉച്ചന് വേറെ വൈക്ക് പോകുമ്പോൾ അപ്പൊ ഓനെ വെയിറ്റ് ചെയ്യാം. അനക്ക് നടക്കും, ഒരു കൊല്ലം കൊണ്ട് എന്താ വളർച്ച? എന്താടാ അൽഹംദുലില്ലാ അങ്ങനെ പോകും. കാറായി, വീടായി, ഞാൻ കാണലുണ്ട് കറക്കൊക്കെ. കമ്പനി തുടങ്ങിയോണ്ട്. എന്താ എന്റെ വർത്താനോ?
എന്താ ചെയ്യാ, മഴയല്ലേ ഇപ്പം. മഴ പഠിച്ചോനെ പണിയായോ? ആ മോനോ, അല്ല ഷബീറ, എന്താണ് എന്റെ പരിപാടി? മോനെ ഞാൻ ആ ഉദ്ദേശമായിട്ട് നടന്നില്ല മോനെ, അതുകൊണ്ടാ സംഭവം. എന്ത് നടന്നില്ല? അന്നൊക്കെ വിശ്വസിച്ചാണ്ടല്ല ഞാൻ ആ പൈസ വാങ്ങി തന്നെ. അയാൾ ഇന്നെ വിളിച്ച് ശല്യപ്പെടുത്തിട്ട് എന്റെ ഉറക്കം പോയി. അതെന്താ സംഭവം, എനിക്ക് ഞാൻ ഉദ്ദേശമാതിരി കാര്യങ്ങൾ നടന്നില്ല, അപ്പൊ പൈസ ഒന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തോളാം, ഞാൻ റെഡി ആയിക്കോളാം, പ്രശ്നം. എടാ ഒരു കൊല്ലായില്ലടാ അജ വാങ്ങിയിട്ട്. ഇജ 3 ഗഡുക്കളായിട്ട് കൊടുക്കാറുണ്ടല്ലേ, എനിക്ക് ഓർമ്മയില്ലാക്കെ. അല്ല അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ പരിപാടി ഉദ്ദേശമാതിരി അങ്ങോട്ട് പരിപാടി നടന്നില്ല ഒന്നും ഇജ്ജ് ഷബീറെ പറയരുതിട്ടോ. ഇജ്ജിപ്പോ കാറ് വാങ്ങിയോ, വീട് വാങ്ങിയോ, അങ്ങാടിയിൽ 10 സെന്റ് സ്ഥലം എടുത്തോ, അതിനൊക്കെ എന്റെ ഒക്കെ പൈസ ഉണ്ട്. ഞാൻ ആ വാങ്ങി തന്ന പൈസ മാത്രം എനിക്ക് കൊടുക്കാറില്ല അല്ലേ? ഈ ചൂടാണ്ട് ഞാൻ കൊടുത്തോളതേ. ചൂടാകല്ലേ പറഞ്ഞിട്ട് അയാൾ വിളിക്കുമ്പോ ഞാൻ എന്ത് പറയാ? ചൂടാണ്, ഞാൻ കൊടുക്കൂലേ? ഞാൻ ഇവിടെ ഇട്ടറിഞ്ഞ് പോകണമെന്നില്ലല്ലോ. കൊടുക്കാറുണ്ട്. എത്ര കാലം ഇങ്ങനെ വെറുതെ ചൂടാണ്ട ആവശ്യമൊന്നുമില്ല. അയാളെ ഇന്നെ വിളിച്ചിട്ട് ഞാൻ എന്റെ പേരെ വിട്ടു കൊടുക്കണോ? ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ പിന്നെ ഓനാണ് കുടുങ്ങി. ഇത് വലിയ സംഭവമല്ല, ഒരു പൈസ വാങ്ങി തന്നെ വെച്ചിട്ട് ഒരു മനുഷ്യനെ വെച്ചിട്ട് ഒരുമാതിരി വർത്താനം പറ്റില്ല. എന്താ എന്നോടൊക്കെ പറയാ? ഇത്രയും ദിവസമായിട്ട് എനിക്ക് കൊടുക്കേണ്ടതില്ല. ഇപ്പൊ ഞാനൊരു പ്രശ്നക്കാരനായി അല്ലേ, ഞാൻ മോശക്കാരനായി. വെറുതെ മനുഷ്യനായിട്ട് ചൂടാ. അല്ല ഞാൻ എന്താണ് അയാളോട് പറയേണ്ടത് പറഞ്ഞോട്ടാ? ഞാൻ തരുന്നാണ് പറഞ്ഞതാ. ഇതെന്താ പ്രശ്നമാണ്? കുറെ നേരം കുഞ്ഞുമണിയൊക്കെ ഈ ചെങ്ങായി കുടുങ്ങിയായിട്ട് ഒരു 5 ലക്ഷം റുപ്യ പ്രദീപേട്ടന്റെ അടുത്ത് വാങ്ങിക്കൊടുക്കാണ്. ഇപ്പൊ ഓന് ജാളി അടിച്ച് കിടക്കാനും ഓനെല്ലാത്തിനും ഒരു പൈസ ഉണ്ട്. ഞാനത് കൊടുക്കൂല, പൈസ കൊടുക്കാന് ഓന്റെ ഇല്ല. എനിക്കൊരു ബുദ്ധിമുട്ട് മാറ്റി തന്നല്ലേ, എനിക്ക് ആ പൈസ കൊടുത്തോളാന്. ഇല്ല കാറുമായിട്ട് ഇങ്ങനെ ബെൽസി നടക്കില്ല, അതിനടുത്ത് പൈസ കുറവില്ലല്ലോ. അതിനെ പോലത്തെ ചെറ്റകളാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലും കൂടെ ഇല്ലാതെ ആക്കുന്നത്. ഫോണുണ്ടോ? എന്താല്ലേ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് സമൂഹത്തിൽ, ആൾക്കാരെ പറയിപ്പിക്കാൻ.